യുഗങ്ങൾ, മന്വന്തരങ്ങൾ, കൽപ്പം. ഭാഗം 1. ജീവിതത്തിൻ്റെ പൊരുളന്വേഷിച്ച് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നിന്ന സങ്കല്പതരമായ അന്വേഷണ യാത്രയിൽ മനുഷ്യൻ അവസാനമായി ആശ്രയിച്ചത് കാലം എന്ന പ്രതിഭാസത്തെയാണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും കൊണ്ട് നിർമ്മിതമായി നിൽക്കുന്ന പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിൽ കാലഗണന എന്നത് ഏറെ ക്ലേശകരവും അപാരമായ നിലയിൽ ചിന്താശേഷി ആവശ്യമുള്ളതുമായ അധ്വാനമായിരുന്നു. പൂർണ്ണ യാഥാർത്ഥ്യത്തോളം ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറവുകളും പാകപ്പിഴകളും യുക്തിരാഹിത്യവും ഒക്കെ സംഭവിച്ചു നിൽക്കുന്നുവെങ്കിലും കേവലമായ മനനത്തിൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് തെളിഞ്ഞുവന്ന കാലം എന്ന സങ്കല്പം മാനവ സംസ്കാരത്തിലെ ഏറ്റവും പ്രസക്തമായ കണ്ടെത്തലാണ്. ഒരർത്ഥത്തിൽ ഭാരതീയ ചിന്തയുടെ അടിത്തറ തന്നെ ചതുർയുഗങ്ങളും മന്വന്തരങ്ങളും കൽപ്പവും എന്ന സങ്കല്പത്തിൽ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നതായി കാണാനുമാവുന്നു. കാലത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭാരതീയ ചിന്തയിൽ ഉള്ളതുപോലെ ഇത്രയേറെ ഭാവനാപരമായ പരപ്പിലും ശക്തിയിലും ലോകത്തെ പ്രമുഖ സാംസ്കാരിക വിചാരങ്ങളൊന്നും വിവരിക്കുന്നതായി കാണാനാവുകയില്ല. ആധ്യാത്മിക സങ്കല്പങ്ങളുടെയും തത്വവിചാരത്തിൻ്റെയും ഗണനാവൈഭവത്തിൻ്റെയും പിന്തുണയുള്ള ഭാരതീയമായ കാലസങ്കല്പത്തെ പുരാണ കഥാപാത്രങ്ങളുടെ അത്ഭുതശേഷികളോട് ചേർത്ത് കഥാരൂപത്തിലാക്കി അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു. തലമുറകൾ ഏറെ കടന്നും സ്വാഗതം ചെയ്യപ്പെടുന്നതിന് പ്രേരകമാകും വിധം ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും താഴെയുള്ള മനുഷ്യൻ മുതൽ ഏറ്റവും ഉയർന്ന ജീവനെന്ന മനുവിനും എല്ലാമായിരിക്കുന്നതും എല്ലാറ്റിനും കാരണമായിരിക്കുന്നതുമായ ബ്രഹ്മത്തിനും വരെ കാലം എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്ന തരത്തിലുള്ള വിവരണങ്ങളാണ് കാണാനാവുന്നത്. ദേവസമ്പ്രദായത്തിൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കും വിധം സങ്കല്പങ്ങൾ കൊടുത്ത് ചമച്ചിരിക്കുന്ന ഭാരതീയമായ കാലഗണന പക്ഷേ കേവല ഭൗതികവാദത്തിൻ്റെതായ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് വഴങ്ങാത്തതായി തീർത്തും പൊരുത്തപ്പെടാത്തതായി നിലകൊള്ളുകയും ചെയ്യുന്നു. യുക്തിയുടെ പിൻബലത്തോടെയൊന്നും വിവരണങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പൗരാണിക ദൈവസങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഭാരതീയമായ കാലഗണനാ സങ്കല്പം ഇന്നും തകരാതെ നിലകൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൗതികശാസ്ത്രം വിവരിച്ചു തരുന്ന ഭൂമിയിലെ മനുഷ്യജീവിതാരംഭവും പരിണാമഗതിയും പുരാവസ്തുശാസ്ത്രം തരുന്ന സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ തെളിവുകളും ഒന്നും തീരെ ബാധകമല്ലാത്തതുപോലെ ഭാരതീയമായ യുഗസങ്കല്പം നിലകൊള്ളുന്നു. പൗരാണികമായ ഭാരതീയ ദർശനങ്ങൾ കാലത്തെ അളക്കുന്നതിനായി മനുഷ്യവർഷം, ദേവവർഷം, യുഗങ്ങൾ, മന്വന്തരങ്ങൾ എന്നിങ്ങനെയുള്ള മാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗരാണിക ദൈവസങ്കല്പങ്ങൾക്ക് കീഴിലാക്കി മെനഞ്ഞിരിക്കുന്ന കാലഗണന എന്ന ഭാവനാ വൈദഗ്ധ്യം കാൽപ്പനികമായ ആസ്വാദ്യതയുടെ തലങ്ങൾ സമ്മാനിക്കുന്നുവെങ്കിലും ബ്രഹ്മാവിനപ്പുറം തത്വവിചാരം ചെയ്യാൻ കഴിയാതിരുന്ന ജീവശേഷികളാണ് ചതുർയുഗങ്ങളും മന്വന്തരങ്ങളും കൽപ്പവുമായി പ്രവർത്തിച്ച് പൂർത്തീകരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ കാലം എന്ന പ്രതിഭാസത്തെ നിർണയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതായി വരുന്നു. ആധുനിക ശാസ്ത്ര നിഗമനം അനുസരിച്ച് ക്ഷീരപഥം എന്ന 1,00,000-ഓളം പ്രകാശവർഷങ്ങളുടെ വ്യാസത്തിൽ നിലകൊള്ളുന്ന നക്ഷത്രകോടികളുടെ പ്രവർത്തന സംഗമത്തിൻ്റെ ശേഷിയെയാണ് ഋഷിവര്യന്മാർ സൂക്ഷ്മജ്ഞാനത്തിലൂടെ കണ്ടെത്തി ബ്രഹ്മം എന്നതായി തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. സ്വയം ഭ്രമണത്തിലൂടെ ഭൂമിയിൽ സാധ്യമാവുന്ന ദിനരാത്രങ്ങളും ഭൂമിയുടെ തന്നെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണത്തിലൂടെ സംഭവിക്കുന്ന ഒരു വർഷവും ഭൂമിക്കു ചുറ്റുമുള്ള ചാന്ദ്ര ഭ്രമണത്തിലൂടെ സംഭവിക്കുന്ന കറുത്ത പക്ഷവും വെളുത്ത പക്ഷവുമായ ആവർത്തനങ്ങളുടെയും തുടർച്ചയിലൂടെ കണ്ടു മുന്നേറുമ്പോൾ ബ്രഹ്മത്തിൻ്റെ സചേതനഭാവമായി ക്ഷീരപഥത്തെയും അചേതനഭാവമായി ക്ഷീരപഥത്തിന് കാരണമായിരിക്കുന്ന ശേഷിയെയും മനസ്സിലാക്കേണ്ടി വരുന്നു.
ഭാരതീയമായ കാലസങ്കല്പം അനുസരിച്ച് സൂര്യന് ചുറ്റുമായി ഭൂമി ഒരു പ്രാവശ്യം ഭ്രമിക്കുന്നതിലൂടെ സംഭവിക്കുന്ന 365 ദിവസങ്ങൾ കൂടുന്ന ഒരു വർഷത്തെ ദേവന്റെ ഒരു ദിവസം എന്ന് സങ്കല്പിക്കുന്നു. ഭൂമിയിലെ 365 ദിവസങ്ങൾ കൂടുമ്പോൾ മനുഷ്യന്റെ ഒരു വർഷം ഉണ്ടാവുന്നു എന്നതുപോലെ ഭൂമിയിലെ 365 വർഷങ്ങൾ കൂടുമ്പോൾ ദേവന്റെ ഒരു വർഷം സംഭവിക്കുന്നുവെന്നും സങ്കല്പിക്കുന്നു. ദേവന്റെ ഒരു വർഷത്തിന് മന്വന്തര സങ്കല്പത്തിൽ ദിവ്യവർഷം എന്ന് പറയുന്നു. 4800 ദിവ്യവർഷങ്ങൾ കൊണ്ട് ഒരു ചതുർയുഗം എന്ന പൂർണ്ണത സംഭവിക്കുന്നു. സത്യ, ത്രേത, ദ്വാപര, കലി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്ന ചതുർയുഗ സങ്കല്പത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് സത്യയുഗത്തിനാണ്. 4800 ദിവ്യവർഷങ്ങളുടേതായ സത്യയുഗത്തിന് പിന്നിലായി ദൈർഘ്യമുള്ളത് ത്രേതായുഗത്തിനാണ്. ത്രേതായുഗത്തിന് 3800 ദിവ്യവർഷങ്ങളുടെ ദൈർഘ്യമാണ് കണക്കാക്കുന്നത്. ത്രേതായുഗത്തിനു തൊട്ടു താഴെ 2800 ദിവ്യവർഷങ്ങളുടേതായ ദ്വാപരയുഗമാണ്. ഏറ്റവും കുറഞ്ഞ കാലദൈർഘ്യം കൽപ്പിച്ചിരിക്കുന്നത് നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇക്കാലത്തിൻ്റെതായ കലിയുഗത്തിനാണ്. കലിയുഗത്തിന് 1200 ദിവ്യവർഷങ്ങളാണ് ഉള്ളത്. ഇപ്രകാരം 12000 ദിവ്യവർഷങ്ങളിലായി പ്രവർത്തിച്ചു നിൽക്കുന്ന 4 യുഗങ്ങളെയും ചേർത്ത് ചതുർയുഗം എന്ന് പറയുന്നു. 12000 ദിവ്യവർഷങ്ങളാവുന്ന 71 ചതുർയുഗങ്ങൾ കടന്നു പോകുന്ന കാലദൈർഘ്യത്തിനാണ് ഒരു മന്വന്തരം എന്ന സങ്കല്പമുള്ളത്. മന്വന്തരം എന്ന ഈ ദീർഘമായ കാലഘട്ടത്തിൻ്റെ നിയന്താവ് എന്ന ജീവശേഷിയെ മനു എന്ന് വിളിക്കുന്നതായി മനസ്സിലാക്കേണ്ടി വരുന്ന വിധമാണ് വിവരണങ്ങൾ. 71 ചതുർയുഗങ്ങൾ വീതം ദൈർഘ്യമുള്ള ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 14 മനുക്കളെ കൊണ്ട് സാധ്യമാക്കുന്ന കാലപ്രയാണത്തിലൂടെ ഭൂമിയിലെ ജീവപ്രവർത്തനങ്ങൾക്ക് പര്യവസാനം സംഭവിക്കുകയും ആ പൂർത്തീകരണത്തെ ഒരു കൽപ്പം എന്ന് സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കൽപ്പം എന്നതിലൂടെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം സംഭവിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുന്നു. മനുഷ്യഭാവനയിൽ ഒതുങ്ങാത്ത കാലദൈർഘ്യത്തോടെ പ്രവർത്തിക്കാൻ തക്ക വിധം വിവരണാതീതമായ ശേഷികളുള്ള ഒരു ബ്രഹ്മാവിനെ സങ്കൽപ്പിച്ച് സംസ്ഥാപിക്കുന്നതിൽ പൂർണ്ണ വിജയം പ്രാപിച്ചു നിൽക്കുന്നുവെന്നാണ് ഭാരതീയ ഭാവനയിലെ മന്വന്തര സങ്കല്പത്തിൻ്റെ അർത്ഥതലങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കേണ്ടി വരുന്നത്. ഭാവനാതീതമായ മാഹാത്മ്യത്തോടെ വിവരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ശേഷീവിശേഷങ്ങളിൽ ഒതുങ്ങാത്ത യാതൊന്നും ജീവനുകളിൽ സംഭവിക്കുന്നില്ല എന്ന പ്രാധാന്യം മന്വന്തര സങ്കല്പങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളേണ്ടി വരികയും ചെയ്യുന്നു. കൂടുതൽ വിശകലനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ദേവസങ്കല്പത്തിലെ ത്രിമൂർത്തികളിൽ ഒരാൾ മാത്രമായ ബ്രഹ്മാവിൻ്റെ ശേഷി മനുഷ്യഭാവനയ്ക്ക് വഴങ്ങാത്ത വിധം അതുല്യമായിരിക്കെ വിഷ്ണുവും ശിവനും മറ്റ് ശക്തരായ ദേവന്മാരും ദേവിമാരുമായ ആരാധനാമൂർത്തികൾ അടങ്ങുന്ന സങ്കല്പ ലോകം സകലതിനെയും ഉൾക്കൊള്ളുന്നു എന്ന സന്ദേശം മന്വന്തര സങ്കല്പത്തിലൂടെ അതിവിദഗ്ധമായി ജനങ്ങളിൽ എത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ദേവസമ്പ്രദായത്തിൻ്റെ അധീശത്വം ഉറപ്പിക്കുക എന്നതാണ് പൗരാണിക സങ്കല്പങ്ങളോട് ലയിപ്പിച്ച് സാധ്യമാക്കിയ മന്വന്തര സങ്കല്പത്തിൻ്റെ അന്തിമ ലക്ഷ്യമെങ്കിലും കാലം എന്ന പ്രതിഭാസത്തിലൂടെ എല്ലാം സംഭവിക്കുന്നുവെന്നും കാലത്തിന് അതീതമായി ഒന്നിനും ഉത്ഭവവും പ്രവർത്തനവും നിലനിൽപ്പും ഇല്ലാതിരിക്കുന്നു എന്നുമുള്ള മഹത്തരമായ അറിവ് സാധ്യമാവുന്നു എന്നതിലാണ് മന്വന്തര സങ്കല്പത്തിൻ്റെ സൗന്ദര്യം ദർശിക്കാനാവുന്നത്. മനു എന്ന ഉജ്ജ്വല ജീവശേഷിയുടെ പേരിനോട് ചേർത്താണ് മന്വന്തരം എന്ന പ്രയോഗത്തിന് പോലും നിലനിൽപ്പ് ഉണ്ടാവുന്നതെങ്കിലും ഭൂമിയിലെ ജീവപരിണാമ പൂർത്തീകരണമായ ഒരു കൽപ്പത്തിൻ്റെ മുഴുവൻ അവകാശവും അധികാരവും മനുവിന് ലഭിക്കാത്ത വിധത്തിലാണ് കഥാപരമായ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. കാലഘട്ടങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമൊത്ത്
ഓരോ തരമായ അവകാശികളും ഗുരുക്കന്മാരും എത്തുകയും പ്രവർത്തിച്ച് അവസാനിക്കുകയും ചെയ്യുന്നു എന്നതുപോലെ ഭൂമിയിലെ ജീവോൽപത്തി മുതൽ ജീവപ്രവർത്തന പൂർത്തീകരണം എന്ന കൽപ്പം വരെ എത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ഇല്ലാത്തവരായി മനുക്കൾ ഓരോരുത്തരും അവരുടെ അധികാരകാലമായ 71 ചതുർയുഗങ്ങൾക്ക്, അതായത് ഒരു മന്വന്തരത്തിന് മാത്രം അവകാശിയായി തീരുന്നു. 71 ചതുർയുഗങ്ങൾ കൊണ്ട് പൂർത്തിയാവുന്ന ഒരു മന്വന്തരത്തിൻ്റെ ജീവപരിണാമ പ്രവർത്തനത്തിന് മനുഷ്യൻ്റെ അനുഭവം വെച്ച് 31 കോടിയിലധികം വർഷങ്ങളുടെ ദൈർഘ്യമാണ് ഉണ്ടാവുക. ഭാരതീയമായ ആധ്യാത്മിക താത്വിക വിചാരഗതിയുടെ വഴികളിലെങ്ങും മനു എന്നൊരു ജീവശേഷി 31 കോടിയിലധികം വർഷങ്ങൾ നീളുന്ന ജീവപ്രവർത്തനങ്ങളുടെ അധികാരിയായി നിലകൊള്ളുന്നത് കാണാൻ ആവുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ യാഥാർത്ഥ്യം.